സുജിത് സാർ നമസ്കാരം. മണിപ്പൂരിൽ കാലങ്ങളായുള്ള പ്രശ്നം, അവിടെ ഒരുപാട് കലാപങ്ങൾ നടക്കുന്നു, പ്രശ്നങ്ങൾ നടക്കുന്നു. ഇപ്പോൾ നരേന്ദ്രമോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം അവിടെ നടന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അതൊരു തരത്തിൽ സംഘപരിവാറിന്റെ വലിയ വീഴ്ചയാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ അവിടെ ഉയർന്നിട്ടുണ്ടായിരുന്നു. ഒടുവിൽ അവിടെ ബിരേൻ സിംഗ് മുഖ്യമന്ത്രി അവിടെ രാജിവെച്ചിരിക്കുന്നു. മറ്റൊരു സമവായത്തിലൂടെ ഒരു മുഖ്യമന്ത്രിയെ കണ്ടെത്താനാവാത്തത് കൊണ്ടാണ് എന്ന് പറയപ്പെടുന്നു അവിടെ രാഷ്ട്രപതി ഭരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും കാലങ്ങളായി മണിപ്പൂരിൽ ഒരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ ഇറോം ശർമ്മളയൊക്കെ അവിടെ വലിയ നിരാഹാരമൊക്കെ ആരംഭിച്ചിരുന്നതും നമുക്കറിയാമല്ലോ. അപ്പോൾ ഈ രാഷ്ട്രപതി ഭരണം കൊണ്ട് കേന്ദ്രത്തിന് കുറച്ചുകൂടി അവിടെ ഇടപെടുകയും അവിടുത്തെ പ്രശ്നങ്ങളെ ഇല്ലാതാക്കി ഒരു സമാധാനപൂർണ്ണമായ ഒരു ജീവിതം മണിപ്പൂരിൽ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്ന് അങ്ങ് പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ആ തരത്തിലുള്ള അത്തരമൊരു കാര്യത്തിന് ഗുണകരമാകുമോ ഈ രാഷ്ട്രപതി ഭരണം? പാർത്ഥൻ നമസ്കാരം. രാഷ്ട്രപതി ഭരണം മണിപ്പൂരിൽ വന്നിരിക്കുന്നത് നല്ലൊരു കാര്യമാണ്. പക്ഷെ ഞാനിപ്പോഴും കരുതുന്നത് അത് വളരെ വൈകി എന്നാണ്. കാരണം നേരത്തെ തന്നെ ഇടപെടാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിരുന്നു. സംസ്ഥാന സർക്കാരിനെ കൊണ്ട് ഈ ഒരു കലാപം നിയന്ത്രിക്കാനായിട്ടുള്ള പര്യാപ്തമായിട്ടുള്ള ഒരു സമയത്തിനുള്ളിൽ തന്നെ അവർക്കത് ചെയ്യാനായിട്ട് സാധിച്ചില്ല എന്നതുകൊണ്ട് തന്നെ ആ സമയത്ത് കേന്ദ്രത്തിന് നേരിട്ട് അവിടത്തേക്കുള്ള ഒരു കൺട്രോൾ ഏറ്റെടുക്കുന്നതിനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ രാഷ്ട്രപതി ഭരണം ആവശ്യപ്പെടാം, അതല്ല എങ്കിൽ കൂടുതലായിട്ടുള്ള കേന്ദ്ര സേനയെ അവിടേക്ക് കൊണ്ടുവരികയും അതിനായിട്ട് മണിപ്പൂർ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ചേർന്ന് പ്രവർത്തിക്കുകയും കൂടിയാണ്. അതായത് കേന്ദ്ര ആഭ്യന്തര വകുപ്പിന് കുറച്ചുകൂടി കൺട്രോൾ നൽകുന്ന രീതിയിലേക്കുള്ള ഒരു സംവിധാനം അവിടെ കൊണ്ടുവരാം. നമ്മുടെ ഡിഫൻസ് ഫോഴ്സസിനെയൊക്കെ കൂടുതലായിട്ട് അവിടെ ഡിപ്ലോയ് ചെയ്യാം. അങ്ങനെയുള്ള ഒരു മാർഗം ഈ സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച് തന്നെ ചെയ്യാമായിരുന്നു. അങ്ങനെയുള്ള ചില നടപടികളൊക്കെ തന്നെ അവിടെ ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും അതിൻ്റെ കടിഞ്ഞാൺ എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലാണ് എന്ന രീതിയിലേക്കുള്ള ഒരു പ്രതീതി ഉണ്ടാക്കാനായിട്ട് കേന്ദ്രത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു വിമർശനമാണ്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ പിന്നീട് ചെയ്യേണ്ടുന്നത് ഭരണത്തിലിരിക്കുന്ന മുഖ്യമന്ത്രിക്ക് ഈ കലാപത്തിനെ കണ്ടെയ്ൻ ചെയ്യാനായിട്ടുള്ള സമയം ലഭിച്ചതിന് ശേഷവും അതിന് കഴിയുന്നില്ല എങ്കിൽ മണിപ്പൂരുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകളുടെ സത്യാവസ്ഥ മറ്റൊന്നാണ് എന്ന് അവർക്ക് അഭിപ്രായമുണ്ടെങ്കിൽ അതിനെപ്പറ്റി കൃത്യമായി വിശദീകരണം നൽകുന്നതിന് വേണ്ടി രാഷ്ട്രീയമായി മുഖ്യമന്ത്രി അവിടെ പരാജയപ്പെടുന്നുണ്ടെങ്കിൽ മുഖ്യമന്ത്രിയെ റീപ്ലേസ് ചെയ്യുക എന്നുള്ളതായിരുന്നു അവർ ചെയ്യേണ്ടിയിരുന്ന രണ്ടാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ ആ രണ്ടാമത്തെ സ്റ്റെപ്പും അവിടെ വന്നില്ല. കാരണം ബിരേൻ സിംഗ് അവിടെ തുടർന്നു വന്നു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് വലിയ പിന്തുണ ഒരുപക്ഷെ കേന്ദ്ര BJPയുടെ കയ്യിൽ നിന്ന് കിട്ടിയിരുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഈ സമീപകാലത്തേക്ക് വരുന്ന സമയത്ത് കുറേയധികം ആഭ്യന്തരമായിട്ടുള്ള പടലപ്പിണക്കങ്ങൾ അവിടെ ഉണ്ടാകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കുറേയധികം BJP MLA മാർ, അതിൽ തന്നെ BJPയുടെ ആ നിയമസഭയിലെ മന്ത്രിസഭയിലുള്ള മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ പല പ്രാവശ്യം ഡൽഹിയിൽ വരികയും അവർ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അടക്കം BJPയുടെ ദേശീയ അധ്യക്ഷനടക്കമുള്ള ആൾക്കാരെ കാണുകയും അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയുകയും ഒക്കെ ചെയ്തു. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഇവരെല്ലാവരും തന്നെ ബിരേൻ സിംഗിനെതിരായിട്ടുള്ള ഒരു പൊസിഷനാണ് സ്വീകരിച്ചിരുന്നത് എന്നാണ്. പിന്നീട് ഈ അടുത്ത കാലത്തേക്ക് വരുന്ന സമയത്ത് മറ്റൊരു നടപടി കൂടി ഉണ്ടായി. NPP എന്ന് പറയുന്ന അവരുടെ ഒരു സപ്പോർട്ട് അലയൻസ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ പാർട്ടി അവരിൽ നിന്ന് വിട്ടുപോകുന്ന ഒരു സാധ്യതയുണ്ടായി. അപ്പോൾ ഇതെല്ലാം തന്നെ ഇവിടെയുള്ള നോർത്ത് ഈസ്റ്റ് പൊളിറ്റിക്സ് അറിയാവുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ചെറിയ പാർട്ടികളെ എങ്ങനെയാണ് മൊബിലൈസ് ചെയ്ത് BJP അവരുടെ ഒരു വലിയേട്ടനായിട്ട് അവിടെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഭരണത്തിൽ ഇരിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയുള്ള പ്രാദേശിക പാർട്ടികളുടെ അടുത്ത് പോലും ഒരു ഗ്രിപ്പ് BJPക്ക് നഷ്ടപ്പെടുമെന്നും അതിൻ്റെ ഒരു റിപ്പിൾ ഇഫക്റ്റ് ഒരുപക്ഷെ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് വേണമെങ്കിൽ വ്യാപിക്കാം എന്നുമുള്ള ഒരു തിരിച്ചറിവ് BJPക്ക് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഏതെങ്കിലും ഒരു കക്ഷി മാറിയാലും BJPക്ക് അവിടെ അധികാരം നഷ്ടപ്പെടുന്ന സാഹചര്യമൊന്നുമില്ല. കംഫർട്ടബിൾ ആയിട്ടുള്ള മജോറിറ്റിയൊക്കെ അവർക്ക് ആ സമയത്തും അവിടെയുണ്ട്. പക്ഷേ എങ്കിൽ പോലും അവർക്കെതിരെ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ ബിരേൻ സിംഗിനെ മാറ്റി നിർത്താനായിട്ട് കേന്ദ്ര BJP തയ്യാറായിട്ടില്ല എങ്കിൽ ഒരുപക്ഷെ അവിശ്വാസ പ്രമേയത്തിനെ അനുകൂലിച്ച് വോട്ട് ചെയ്യേണ്ടി വരുമെന്ന സാധ്യത BJP MLA മാർ ഒരുപക്ഷെ കേന്ദ്രത്തിനോട് പ്രകടിപ്പിച്ചിട്ടുണ്ട്. എങ്കിൽ അത് BJPക്ക് ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു നാണക്കേടായിട്ടുള്ള ഒരു എക്സിറ്റ് ആവും അവിടുത്തെ മന്ത്രിസഭയ്ക്ക് ഉണ്ടാവുക എന്ന തിരിച്ചറിവിലാണ് ഒരുപക്ഷെ ബിരേൻ സിംഗിനോട് രാജിവെക്കാനായിട്ട് ആവശ്യപ്പെടുന്നത്. പക്ഷേ അങ്ങനെ രാജിവെക്കുന്ന സമയത്ത് പോലും ഒരു ഫയർ ഫൈറ്റിംഗ് മോഡിലേക്ക് പോയ BJPക്ക് പെട്ടെന്ന് അതിനെ പരിഹരിക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം സർവ്വസമ്മതനായിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് കാൻഡിഡേറ്റ് ആരെ ഇനി മുഖ്യമന്ത്രിയാക്കും എന്ന കാര്യവുമായി ബന്ധപ്പെട്ട് BJPക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണയില്ല. അപ്പോൾ അങ്ങനെ ധാരണ ഇല്ലാതിരിക്കുക എന്ന് പറയുന്ന ഒരു പ്രതിസന്ധി ഒരു ഭാഗത്തുണ്ട്. രണ്ടാമത്തെ പ്രതിസന്ധി എന്ന് പറയുന്നത് നിയമസഭയുടെ കഴിഞ്ഞ സെഷൻ കഴിഞ്ഞതിന് ശേഷം 6 മാസത്തിനകം നിയമസഭ കൂടണം. പക്ഷേ ഇവിടെ 6 മാസം എന്ന് പറയുന്ന പീരീഡ് ആവുകയും ആ സമയത്ത് അവിടെ മുഖ്യമന്ത്രി ഇല്ലാതിരിക്കുകയും
വലിയൊരു ഭരണ പ്രതിസന്ധി നിൽക്കുകയും ചെയ്യുന്ന സമയത്ത് കോൺസ്റ്റിറ്റ്യൂഷണലി കേന്ദ്രം ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യം, അതായത് ഈ നിയമസഭയുടെ തുടർച്ച എന്ന് പറയുന്നത് എൻഷുർ ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണ് വരുന്നത് എങ്കിൽ അവിടുത്തെ കൺട്രോൾ ഏറ്റെടുക്കുക എന്നത് മാത്രമേ മാർഗമുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് മന്ത്രിസഭ മൊത്തമായിട്ട് രാജിവെക്കാതിരിക്കുന്ന സമയത്ത് പോലും അവിടെ പ്രസിഡൻസ് റൂളിലേക്ക് പോകുന്ന രീതിയിലേക്കുള്ള ഒരു നടപടി അവിടെ സ്വീകരിക്കുന്നത്. കാരണം പ്രസിഡൻസ് റൂള് ഒന്നുകിൽ നിയമസഭയെ ഡിസോൾവ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ വരുത്താം, അതല്ല എങ്കിൽ നിയമസഭയെ സസ്പെൻഡ് ചെയ്തുകൊണ്ട്. അതായത് സഭ ഇഫക്റ്റീവാണ്, ആൾക്കാരെല്ലാവരും അതേപോലെ തന്നെ ഉണ്ട്, പക്ഷേ ഭരണം കേന്ദ്രം ഏറ്റെടുക്കുകയാണ്, രാഷ്ട്രപതി ഭരണമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിനെ ട്രിഗർ ചെയ്തിരിക്കുന്ന ഒരു മെയിൻ പോയിന്റ് കൂടിയുണ്ട്. കാരണം ആ പോയിന്റും ബിരേൻ സിംഗിന് എതിരാണ്. കാരണം നമുക്കറിയാവുന്നതുപോലെ മണിപ്പൂരിൽ ഏറ്റവും വലിയ സംഘർഷത്തിൽ ഏർപ്പെടുന്ന രണ്ട് വിഭാഗങ്ങളാണുള്ളത്. അതിലൊന്ന് കുക്കി വിഭാഗമാണെങ്കിൽ മറ്റൊന്ന് മേത്തി വിഭാഗമാണ്. അതിൽ ഈ കുക്കി വിഭാഗത്തിലുള്ള ആൾക്കാർക്കാണ് ബിരേൻ സിംഗിനോട് എതിർപ്പ് കൂടുതലായിട്ടുള്ളത്. ഇപ്പോൾ BJPയിൽ തന്നെയുള്ള കുക്കി വിഭാഗത്തിലുള്ള MLA മാർ, കുക്കി വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിമാർ, ഇവരൊക്കെയാണ് ബിരേൻ സിംഗിനെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത്. അപ്പോൾ അതിന് കാരണമായിട്ട് ഒരുപക്ഷെ നേരത്തെ പറയപ്പെട്ടിരുന്ന എന്നാൽ പിന്നീട് വളരെ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കപ്പെട്ട ഒരു ഓഡിയോ സന്ദേശമുണ്ട്. അത് ബിരേൻ സിംഗിൻ്റെതാണ് എന്നാണ് ആരോപിക്കപ്പെടുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് ഈ ഒരു കലാപത്തിനെ കണ്ടെയ്ൻ ചെയ്യുന്നതിന് പകരം മെയ്തി വിഭാഗത്തിന് വേണ്ടുന്ന പിന്തുണ, അവരേതെങ്കിലും രീതിയിലത്തേക്കുള്ള ആയുധമോ മറ്റോ എടുക്കുന്നുണ്ട് എങ്കിൽ അതിലൊന്നും തന്നെ പ്രത്യേകിച്ച് ഇടപെടേണ്ടതില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു ശബ്ദ സന്ദേശം അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ആരോപണം ഉണ്ടാകുന്നു. ആ ആരോപണത്തിനെ തുടർന്ന് ചില പ്രൈവറ്റ് ആയിട്ടുള്ള ഫോറൻസിക് ലാബുകളൊക്കെ തന്നെ അത് പരിശോധിച്ചതിന് ശേഷം അത് ബിരേൻ സിംഗിൻ്റെ ശബ്ദമായിരിക്കാനുള്ള സാധ്യതയെപ്പറ്റി പറയുന്നു. ഈ കേസ് പിന്നീട് സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ സുപ്രീം കോടതി തന്നെ ഇത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള നമ്മുടെ രാജ്യത്തിൻ്റെതായിട്ടുള്ള ഫോറൻസിക് ലാബുകളിൽ ഇത് പരിശോധിച്ച് ഇത് അദ്ദേഹത്തിൻ്റെ ശബ്ദം തന്നെയാണോ, അദ്ദേഹത്തിൻ്റെ സന്ദേശമാണോ എന്ന് ഉറപ്പുവരുത്തണം എന്നുള്ള ഒരു സാഹചര്യം കൂടി അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന, ബാക്ക്ഫുട്ടിലാക്കുന്ന ഒരു പ്രശ്നമാണ് അവിടുത്തെ BJPയെയും പ്രത്യേകിച്ച് അവിടുത്തെ മുഖ്യമന്ത്രിയെയും. കാരണം മുഖ്യമന്ത്രി തന്നെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് വേണ്ടുന്ന രീതിയിലത്തേക്കുള്ള ഒരു ഓപ്പൺ പിന്തുണ കൊടുക്കുന്നു എന്ന് വെച്ചാൽ അതിനെ കലാപത്തിനെ കണ്ടെയ്ൻ ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് താല്പര്യമില്ലായിരുന്നു എന്നത് വ്യാഖ്യാനിക്കപ്പെടും. അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടുന്നത് ഭരണത്തിലിരിക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം നല്ലതല്ല എന്നുള്ളൊരു ഫാക്ടറുണ്ട്. അപ്പോൾ ഈ നിയമസഭയുടെ 6 മാസത്തെ തുടർച്ച എന്നത് ഒരു വിഷയം, ബിരേൻ സിംഗിനോട് ആൾക്കാർക്ക് താല്പര്യമില്ല എന്നുള്ളത് മറ്റൊരു വിഷയം, ബിരേൻ സിംഗുമായി ബന്ധപ്പെട്ടുള്ള ഓഡിയോയുടെ സത്യാവസ്ഥ എന്താണ് എന്നതിനെപ്പറ്റി സുപ്രീം കോടതി അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു സന്ദർഭം, അതിനോടൊപ്പം തന്നെയാണ് നമ്മൾ ഈ അവിശ്വാസ പ്രമേയം എന്നുള്ള ഒരു കാര്യത്തിനെയും കൂടെ കാണേണ്ടത്. അങ്ങനെ 4 കാര്യങ്ങൾ ഒന്നിച്ചു വന്നിരിക്കുന്നത് കൊണ്ടാണ് അവിടെ ഇപ്പോൾ ഒരു രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോവുകയും എന്നാൽ അവിടുത്തെ നിയമസഭ എന്ന് പറയുന്നത് സസ്പെൻഡഡ് ആണ്. അതായത് പിന്നീട് ഏതെങ്കിലും ഒരു സമയത്ത് അവർക്ക് ഉചിതനായിട്ടുള്ള ഒരു കാൻഡിഡേറ്റിനെ കണ്ടെത്താനായിട്ട് സാധിച്ചാൽ അവിടെ വീണ്ടും മന്ത്രിസഭ പുനഃസ്ഥാപിക്കാൻ കഴിയും. ആ സമയത്ത് ഈ രാഷ്ട്രപതി ഭരണം പിൻവലിക്കാനായിട്ട് കഴിയും എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. ഇനി ഈ രാഷ്ട്രപതി ഭരണത്തിൻ്റെ കാര്യം പോലും മണിപ്പൂരിൽ അന്യമായിട്ടുള്ള ഒരു കാര്യമല്ല. ഏതാണ്ട് 24 വർഷങ്ങൾക്ക് മുൻപ് അവിടെ ഇത് ഇമ്പോസ് ചെയ്തതാണ്. അങ്ങനെ ഇമ്പോസ് ചെയ്തിരുന്ന സമയത്ത് 270-ലധികം ദിവസങ്ങൾ അവിടെ രാഷ്ട്രപതി ഭരണം ഉണ്ടായിരുന്നതാണ്. അവിടെ ഈ നമുക്കറിയാമല്ലോ, ഇത് ഇന്നോ ഇന്നലെ തുടങ്ങിയിരിക്കുന്ന ഒരു പ്രശ്നമല്ല. 2 സമുദായങ്ങൾ തമ്മിൽ, 2 പ്രബല സമുദായങ്ങൾ തമ്മിൽ ദീർഘകാലമായിട്ട് നിൽക്കുന്ന ഒരു സംഘർഷമാണ്. അപ്പോൾ അങ്ങനെ സംഘർഷങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് മുമ്പും രാഷ്ട്രപതി ഭരണത്തിലേക്ക് പോയിട്ടുണ്ട്. പിന്നെ രാഷ്ട്രപതി ഭരണം വരുന്ന സമയത്ത് കൂടുതലായിട്ടുള്ള ഒരു കൺട്രോൾ കേന്ദ്രത്തിനുണ്ടാകും. അവിടുത്തെ ബജറ്റിങ്ങിൻ്റെ കാര്യമാണെങ്കിലും നയങ്ങളുടെ കാര്യമാണെങ്കിലും നിയമങ്ങളുടെ കാര്യമാണെങ്കിലും ഒക്കെ തന്നെ അതിലൊരു അതോറിറ്റി ഉണ്ടാവുക പാർലമെൻറ്റിനാണ്. അപ്പോൾ അതിനനുസരിച്ച് കേന്ദ്ര സർക്കാരിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് രാഷ്ട്രപതിയിലൂടെ ഗവർണർ അവിടെ ഭരണം നടത്തുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടാവുക. അപ്പോൾ ഒരു ഡയറക്റ്റ് കൺട്രോൾ കേന്ദ്ര സർക്കാരിന് വരുന്നു എന്നുള്ളത് ഒരു സംഘർഷ ഭൂമിയെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ആ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് വേണ്ടി ആരെയും അപ്പീസ് ചെയ്യാതെ, ആരെയും വ്രണപ്പെടുത്താതെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു കൺട്രോൾ കേന്ദ്ര സർക്കാരിന് നൽകുന്നുണ്ട് എന്നുള്ളത് വാസ്തവമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ജനതയെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ചുകൂടി ബെനിഫിഷ്യൽ ആയിരിക്കും. സംഘർഷത്തിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി അയവുണ്ടാകാനുള്ള ഒരു സാധ്യതയും ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ എത്രയും പെട്ടെന്ന് അവിടുത്തെ ഈ ഒരു രാഷ്ട്രപതി ഭരണം മാറ്റി ഒന്നുകിൽ പുതിയൊരാളെ കൊണ്ടുവരിക, അതല്ലെങ്കിൽ പുതിയൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോവുക, അങ്ങനെ ജനാധിപത്യം അവിടെ പുനഃസ്ഥാപിക്കുക എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രാധാന്യമുള്ളൊരു കാര്യമാണ്. തീർച്ചയായിട്ടും. എന്തായാലും മണിപ്പൂരിൽ കുറച്ച് കാലങ്ങളായിട്ട് വലിയ അസ്വസ്ഥത പുകയുകയാണ്. ഇതിനൊരു പരിഹാരം കൃത്യമായും കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത് തന്നെയാണ്. അതിൻ്റെ ആദ്യപടി എന്നുള്ള നിലയിലായിരിക്കാം ഒരുപക്ഷെ ഈ രാഷ്ട്രപതി ഈ ഭരണം ഏർപ്പെടുത്തിയതെന്ന് തന്നെ നാം വിശ്വസിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ കരുതുന്നു. എന്തായാലും ആ തരത്തിൽ അവിടെ സമാധാനം പുലരട്ടെ, അല്ലെങ്കിൽ അങ്ങ് പറഞ്ഞതുപോലെ അവിടെ ജനാധിപത്യത്തിൻ്റെ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട് അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് നടന്ന് കൃത്യമായ രീതിയിൽ തന്നെ മണിപ്പൂർ കടന്നു പോകട്ടെ എന്ന് നമുക്ക് വിശ്വസിക്കാം, അല്ലെങ്കിൽ അങ്ങനെ കടന്നു പോകുമെന്ന് വിശ്വസിക്കാം. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിന് ഒരുപാട് നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.